ദേവേട്ടൻ അതുണ്ടാവില്ല. എന്റെ ദേവേട്ടൻ എനിക്ക് വേണ്ടിയും നമ്മുടെ കുഞ്ഞിനു വേണ്ടിയും മാത്രം ജീവിക്കുന്ന വ്യക്തിയാ. ദേവേട്ടൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല. അവിടെ കണ്ടതൊന്നും സത്യമല്ലെന്ന് എനിക്കറിയാം. സത്യം എന്താണെന്നുള്ളത് ഇനി ആ ദൈവത്തിന് മാത്രമേ തെളിയിക്കാൻ കഴിയൂ. എന്റെ ദേവേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എല്ലാവരും വിശ്വസിക്കും. നാട്ടുകൂട്ടത്തിന്റെ തീരുമാനം അറിയിക്കുന്നവരെ ഇവിടുന്ന് നിങ്ങൾക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല നമ്പുരാനെ. ഇത്രയും നാളും ദൈവത്തെ പോലെ കൊണ്ടു നടന്ന ജനങ്ങൾ ഇന്ന് അവര് തന്നെ ദേവനെ ഒരു തെറ്റുകാരനായി കണ്ട് ശിക്ഷ വിധിക്കാൻ ഒരുങ്ങുമെന്ന് കരുതിയില്ല. സത്യം ഉറപ്പായിട്ടും പുറത്തു വരും. ദേവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. പക്ഷെ ഇതൊന്നും വിശ്വസിക്കാൻ ജനങ്ങൾ തയ്യാറല്ലല്ലോ. ദേവൻ ഒരിക്കലും തെറ്റ് ചെയ്യുന്നവനല്ല. ആ രുദ്രമദേവി ഇത് അവർക്ക് തെളിയിച്ചു കൊടുക്കട്ടെ. ഇതൊക്കെ കാണാൻ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? ശിക്ഷ വിധിക്കേണ്ട സ്ഥാനത്തിരിക്കേണ്ട എന്റെ മകൻ ഇന്നൊരു അപരാധിയായി നിൽക്കേണ്ടി വന്നില്ലേ? ദേവേട്ടനൊരു അപരാധിയായി നിൽക്കുന്നെങ്കിൽ അത് സാക്ഷാൽ ദൈവത്തെ കുറ്റക്കാരനാക്കി പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിന് തുല്യമാണ്. എല്ലാവരും ഇത്രയും നാളും എന്റെ ദേവേട്ടനെ ദൈവതുല്യനായി കണ്ടതല്ലേ? ദൈവത്തിന് എങ്ങനെയാണ് തെറ്റ് ചെയ്യാൻ സാധിക്കുക? ദൈവത്തെ തെറ്റുകാരനാക്കി പ്രതിക്കൂട്ടിലിടുന്നത് ന്യായമാണോ? നോക്കൂ, ഇവിടെ രാജാവും പ്രജകളും എല്ലാം ഒരേപോലെയാ. തെറ്റ് ചെയ്തത് ദൈവമാണെങ്കിലും എല്ലാവരും നിയമത്തിന് മുന്നിൽ സമാനരാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെന്നേ. ഇതിലിനി തർക്കിക്കാൻ എന്തിരിക്കുന്നു? ഇനി എന്താ വേണ്ടതെന്ന് തീരുമാനിക്കേ. ഇതിലിനി ആലോചിക്കാനൊന്നുമില്ല. ഇത്രയും നാൾ ശിക്ഷയായാലും സഹായമാണെങ്കിലും അവര് പറയുന്നതാ നമ്മളനുസരിച്ചിട്ടുള്ളത്. പറയുന്നതെല്ലാം ശിരസ വഹിച്ചിരുന്നു. ഇപ്പൊ നാട്ടുകൂട്ടത്തിന്റെ വിധിക്ക് ആ കുടുംബം കീഴടങ്ങിയേ പറ്റൂ. മതി, നിർത്ത്. ആരാടാ ഇവിടെ ശിക്ഷ വിധിക്കാൻ ധൈര്യം കാണിച്ചത്? ഇത് രാജ കുടുംബമാ. തമ്പുരാനെതിരെ ശിക്ഷ വിധിക്കാനോ? ആർക്കാണോ ധൈര്യം? ഞങ്ങളുടെ ഔദാര്യം പറ്റി ജീവിക്കുന്നവർക്ക് ഇത്ര അഹങ്കാരമെങ്കിൽ നിങ്ങളെ പോറ്റുന്ന രാജാവ് അത് കണ്ടു നിൽക്കുമെന്ന് കരുതിയോ? ശിക്ഷ വിധിക്കുന്ന ആ മഹാൻ ആരാണാവോ? എണീറ്റ് വാടാ. എന്നാലും ഞങ്ങളുടെ ദേവൻ തെറ്റ് ചെയ്തെന്ന് നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നു? പോട്ടെ പോട്ടെ എന്ന് വിടുന്തോറും എല്ലാരും തലേ കയറി നിരങ്ങാൻ നോക്കാല്ലേ? ഇത്ര നാളെ ഞങ്ങളുടെ സ്നേഹം മാത്രമേ കണ്ടിട്ടുള്ളൂ. കോപം എന്താണെന്ന് കൂടി കാണണം നിങ്ങൾക്ക്. വല്യമ്മേ, എങ്ങനെ നിങ്ങൾക്ക് ഇതെല്ലാം കണ്ടു നിൽക്കാൻ കഴിയുന്നു? നമ്മുടെ കുടുംബത്തിലുള്ളവരെ ശിക്ഷിക്കാൻ ഇവർക്ക് ആരധികാരം കൊടുത്തോ? ഒരുപക്ഷെ അവൻ ശരിക്കും തെറ്റ് ചെയ്താൽ പോലും അവൻ രാജാവാണ്. അത് ഓർമ്മയിരിക്കട്ടെ. രാജാവ് എന്ത് ചെയ്താലും അത് പ്രജകൾ സഹിക്കണം. വരുൺ, പിന്നല്ലാണ്ട് എന്താ? മോഹം തോന്നിയാൽ ആസ്വദിക്കും. നമ്മുടെ ഔദാര്യത്തിൽ ജീവിക്കുന്ന ഇവർക്ക് രാജാവിന്റെ അധികാരങ്ങളെ കുറിച്ച് അറിയില്ലേ?
ഉപകാരം സ്വീകരിച്ച വ്യക്തികൾക്ക് രാജാവിന്റെ മോശം പ്രവൃത്തിയും സഹിക്കാൻ കഴിയണം. ഒരക്ഷരം മിണ്ടരുത്. വരുണേ, നീ എന്തൊക്കെയായി പറയുന്നേ? എന്റെ ദേവൻ തെറ്റ് ചെയ്തിട്ടില്ല. ഞാനും അത് തന്നെ പറയുന്ന എന്തുവമ്മേ. രാജാവ് തെറ്റ് ചെയ്താലും അത് സഹിക്കണം. അപ്പൊ തെറ്റ് ചെയ്യാത്ത ദേവനോട് എങ്ങനെ ഇങ്ങനെ പെരുമാറാൻ കഴിയും? എന്നാലും ദേവൻ ഇവിടെ കൊണ്ട് നിർത്താന്ന് പറഞ്ഞാ സമ്മതിക്കില്ല ഞാൻ. എനിക്ക് വേണ്ടി ആരും വക്കാലത്തുമായിട്ട് വരേണ്ട കാര്യമില്ല. നമ്മൾ രാജകുടുംബമായിരിക്കാം, പക്ഷേ അവർ ഈ നാടിന്റെ പ്രമാണികളാണ്. നാടുമായി ബന്ധപ്പെട്ട എന്ത് തീരുമാനം എടുക്കാനും അതുകൊണ്ട് അവർക്ക് അവകാശമുണ്ട്. അവർക്ക് പറയാനുള്ളത് അവർ പറഞ്ഞോട്ടെ. ആരും അതിനിടയ്ക്ക് കയറണമെന്നില്ല. എരുതിയില്ല ഞാൻ എണ്ണ ഒഴിച്ചത്. ഇനി ആളെ കത്തിക്കോളും. ദേവ, നീ എന്നെ ഇപ്പൊ വിലക്കാൻ ശ്രമിച്ച എല്ലാ പട്ടികളും കുരയ്ക്കാൻ തുടങ്ങും. മതി, നിർത്തണോ? ആരെയാ നീ പട്ടീന്ന് വിളിച്ചേ? ഞങ്ങളും മനുഷ്യര് തന്നെയാ. നിങ്ങളെ പൂർവികരാരും ഞങ്ങളെ മൃഗങ്ങളായി കണ്ടിട്ടില്ല. ന്യായവും അന്യായവും എല്ലാവർക്കും തുല്യമായിട്ടാ കണ്ടത്. നിങ്ങൾക്ക് ഞങ്ങൾ പട്ടികളായിട്ട് തോന്നുമല്ലേ? ശരിയാണ്. പഴയ രാജാക്കന്മാരാരും നാട്ടുകാർക്കൊരു ന്യായം, രാജാവിനൊരു ന്യായം എന്ന് തരംതിരിച്ചിട്ടില്ല. എല്ലാവർക്കും സമാനമായ നിയമങ്ങളായിരുന്നു. അതൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതല്ലേ അവരാരും ഒന്നും മിണ്ടാത്തത്. ഒരാൾ ഇവിടെ നിന്ന് കുരച്ചതുകൊണ്ട് മാത്രം നമ്മുടെ നാട്ടിലെ ആചാരങ്ങളും രീതികളും മാറില്ല. മോളെ വസുമതി, എന്താ ഇന്നലെ നടന്നെന്ന് പറയ്. നിന്റെ ജീവിതം നശിപ്പിച്ചത് അയാളല്ലേ? നിങ്ങൾ തന്നെ എല്ലാം കണ്ടതല്ലേ? ആരെന്ത് കണ്ടാലും സംഭവങ്ങൾ ബാധിക്കപ്പെട്ട വ്യക്തി തന്നെ പറയണം. മോളെ വസുമതി, അവിടെ എന്താ സംഭവിച്ചതെന്നോ എന്റെ ദേവേട്ടനെ നീ എന്തിനെ തെറ്റിദ്ധരിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും എന്റെ ദേവേട്ടന്റെ മനസ്സ് നിനക്കും അറിയുന്നതാ. ഇതിനു മുമ്പ് എത്രയോ തവണ കണ്ടുമുട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും നിന്നെ തെറ്റായി നോക്കിയിട്ടുണ്ടോ? ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? നിന്നെ ഒരിക്കൽ മറ്റാരും അപകടപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോ അയാളെ കൊല്ലാൻ ശ്രമിച്ച വ്യക്തിയാ. എന്നിട്ടിപ്പോ നിന്റെ ജീവിതം അദ്ദേഹം നശിപ്പിച്ചെന്ന് പറഞ്ഞ എങ്ങനെ വിശ്വസിക്കും? സത്യം പറയൂ വസുമതി, എന്താ അവിടെ സംഭവിച്ചേ? നീയല്ലേ മോളെ വസുമതിയോടും എന്നോടും ഇനി മേലിൽ ആ വീടിന്റെ പടി ചവിട്ടരുതെന്ന് പറഞ്ഞത്? ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നിന്റെ ഭർത്താവിന്റെ കൺവെട്ടത്ത് വന്ന അയാൾ എന്റെ കൊച്ചുമോളുടെ ജീവിതം നശിപ്പിക്കുമെന്നുള്ളത് അന്നേ നിനക്കറിയായിരുന്നുവല്ലേ മോളെ? അത് ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. വാസുദേവൻ എന്തേ പറയുന്നത്? അന്ന് എന്റെ മോളൊരു ജോലി ആവശ്യപ്പെട്ട് ദേവനെ കാണാൻ ചെന്നിരുന്നു. പക്ഷെ ഈ വൈദേഹി തമ്പുരാട്ടി കാശ് തന്ന് വീണ്ടും ഈ പടി ചവിട്ടരുതെന്ന് പറഞ്ഞു. അന്ന് എന്റെ മോൾക്ക് ജോലി തരാനുള്ള ബുദ്ധിമുട്ടായിരിക്കും അവരെ കൊണ്ടിങ്ങനെ ചെയ്യിച്ചതെന്ന് കരുതി. പക്ഷെ ശരിക്കുള്ള കാരണം ഇപ്പോഴല്ലേ മനസ്സിലായത്. ഭർത്താവിന്റെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കിയ വസുമതി അയാളുടെ കൺമുമ്പിൽ പോലും ചെല്ലാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാ അന്ന് ആ കാശ് തന്നതെന്ന് എനിക്ക് ഇന്നാ മനസ്സിലായത്. എങ്ങനെയൊക്കെ പരിശ്രമിച്ചിട്ടും എന്റെ കൊച്ചുമോളുടെ ജീവിതം രക്ഷിക്കാൻ എന്നെ കൊണ്ടായില്ലല്ലോ. അയ്യോ അയ്യോ, വാസുദേവൻ ചേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. എന്റെ ദേവേട്ടൻ പൊന്നാണ്. സ്വപ്നത്തിൽ പോലും മറ്റൊരു പെൺകുട്ടിയുടെ നേരെ തെറ്റായ രീതിയിൽ നോക്കില്ല. ഞാൻ കണ്ടൊരു ദുസ്വപ്നം സത്യമാവോ എന്നുള്ള പേടി കൊണ്ടാ ഞാനെന്ന് അങ്ങനെ പറഞ്ഞത്. മറ്റൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. വൈദേഹി തമ്പുരാട്ടി എന്താ ഭർത്താവിനെ ന്യായീകരിക്കാൻ നോക്കുക? അല്ലല്ല, ഒരിക്കലും അല്ല. സത്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എന്റെ ദേവേട്ടനെ കണ്ട ഇങ്ങനെ എന്തെങ്കിലും അപകടത്തിൽ ചെന്ന് പെടോ, എന്റെ ദുസ്വപ്നം സത്യമാവോന്ന് പേടിച്ചിട്ടാ ഞാൻ അന്ന് നിങ്ങളോട് അങ്ങനെ പറഞ്ഞത്. എന്റെ ദേവേട്ടനോട് ഈ നാട്ടിലേക്ക് വരരുതെന്ന് പറഞ്ഞത്. എന്തൊക്കെ വൈദേഹി നീ പറയുന്നേ?
ദുസ്വപ്നം കണ്ടതിന്റെ പേരിൽ ദേവനോട് വരണ്ടെന്ന് പറഞ്ഞോ? വൈദേഹി പറഞ്ഞതെല്ലാം സത്യമാ. അവളുടെ ഓരോ പ്രവൃത്തിയും എന്റെ നന്മയ്ക്കുള്ളതായിരുന്നു. പക്ഷെ ഞാനാണ് അവളെ അനുസരിക്കാഞ്ഞത്. അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു ധൈര്യം അവള് വേണ്ടാന്ന് പറഞ്ഞപ്പോ അതനുസരിച്ച് ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ ഇന്നിങ്ങനെ ഒരു കുറ്റവാളിയായി മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരില്ലായിരുന്നു. അത് ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായോ? ഇങ്ങനെ എന്തൊക്കെയോ സംഭവിക്കുമെന്ന് നേരത്തെ തോന്നിയിരുന്നതാ. അതുകൊണ്ടല്ലേ ദേവനെ രക്ഷിക്കാൻ വേണ്ടി ഇവിടേക്ക് വൈദേഹി വന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയാ ദേവൻ വന്നത് എന്ന് കരുതി കുറ്റവാളിയെന്ന് പ്രഖ്യാപിക്ക. നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കോടികൾ ചെലവാക്കുമ്പോ തെറ്റ് ചെയ്തെന്ന് മനസ്സിലായാലും കണ്ടില്ലെന്ന് ഭാവിച്ച് വിടുകയല്ലേ വേണ്ടേ? അല്ലാതെ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തി ശിക്ഷ വിധിക്കണോ? ഛേ, നന്ദിയില്ലാത്ത കൂട്ടങ്ങള്. നീ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ദേവൻ തെറ്റിയതെന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കില്ല. നാട്ടുകാരെ എല്ലാവരെയും കൂട്ടി രുദ്രമ്മ ദേവിയെ തൊട്ട് സത്യം ചെയ്യ. ശരിക്കും ഞങ്ങളുടെ ദേവനാണ് നിന്നെ ചീത്തയാക്കിയത്. പറയുന്നത് തെറ്റാണെങ്കിൽ നീ ആയിരിക്കും അതിൽ അനുഭവിക്കുക. സത്യം പറ. എല്ലാവരും എല്ലാം കണ്ടതാ. ഇനി പ്രത്യേകിച്ച് തെളിവൊന്നും വേണ്ട. നാട്ടുപ്രമാണികളെല്ലാം സാക്ഷികളാ. ഇപ്പൊ തന്നെ നടന്നതെല്ലാം ഓർത്ത് ജീവച്ചമായിട്ടാ എന്റെ കുഞ്ഞിവിടെ നിൽക്കുന്നത്. പിന്നെയും നടന്നത് വിവരിക്കണമെന്ന് പറഞ്ഞാ അതെങ്ങനെ പറയാൻ പറ്റും? അതെന്താണ് ആരും ചിന്തിക്കാത്തത്? മോളെ വസുമതി, നീ തന്നെ പറയണോ അത്ര? നിന്റെ വായിന്ന് കേട്ടാലല്ലാതെ ഇവര് വിശ്വസിക്കില്ല എന്നല്ലേ പറയുന്നത്? നമ്മളെ കാക്കുന്ന രുദ്രാമാദേവിയെ തൊട്ട് സത്യം ചെയ്ത് പറഞ്ഞേക്കുമോളെ. പറയുന്നുണ്ടോ? നീ പറയുന്നത് സത്യമാണെങ്കിൽ സത്യം ചെയ്യാൻ എന്തുകൊണ്ട് പേടിക്കുന്നു? ഞാൻ പറയാം. ആ രുദ്രമാദേവിയാണ്. ഞാൻ പറയുന്നതെല്ലാം സത്യം. നടന്നതെല്ലാം ഞാൻ പറയാം. ഇന്നലെ രാത്രി ദൈവം തമ്പുരാൻ എന്നെ വിളിച്ച് ഒന്ന് മാന്തോപ്പി കൊണ്ടുപോയി വിടാൻ പറഞ്ഞു. വസുമതി, എന്നെ ആ തോപ്പിലേക്കൊന്ന് കിടത്തുവോ? തീർച്ചയായും തമ്പുരാ. വീട് തമ്പുരാനെന്ന് പറഞ്ഞ് കാല് പിടിച്ച് അപേക്ഷിച്ചിട്ട് കേട്ടില്ല. പോറ്റി വളർത്തിയ ആള് തന്നെ എന്റെ ജീവിതം നശിപ്പിച്ചു. തമ്പുരാ, തമ്പുരാ, അമ്മേ! ഒരിക്കലുമില്ല. എന്റെ ദേവേട്ടൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. ഒരിക്കലും ഇങ്ങനെയൊന്നും പറയൂല. എന്റെ വിഷമം അത് തന്നെയാ. ഒരിക്കലും തമ്പുരാനിൽ നിന്ന് കേൾക്കാത്ത വാക്കുകളാണ് ഇന്നലെ കേട്ടത്. കാല് പിടിച്ചിട്ടും വിടാൻ തയ്യാറായില്ല. ആ ദേവിയാണ് സത്യം. ഇതാ സംഭവിച്ചത്. നിങ്ങൾക്ക് വലിയ അഭിപ്രായമുണ്ടോ? ആ പെൺകുട്ടി ഇത്രയും പറഞ്ഞതിന് ശേഷം ഇനി എന്താ അഭിപ്രായം? എന്തു പറഞ്ഞാലും സ്വയം രക്ഷപ്പെടാൻ കളവേ പറയൂ. പറഞ്ഞല്ലോ, ഞാനിനി പറയുന്നതെല്ലാം കളവായി തോന്നുന്നു. ഇനി ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്കാർക്കും അത് വിശ്വസിക്കാനാവില്ല. നിങ്ങളുടെയൊക്കെ കാഴ്ചപ്പാടിൽ ഞാനൊരു അപരാധിയാ. പ്രജകളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തിയ നികൃഷ്ടനായ രാജാവ്. നിങ്ങൾ വിധിക്കുന്ന ഏത് ശിക്ഷയും ഞാൻ സ്വീകരിക്കും. ദേവാ, ദേവാ, ദേവേട്ടാ, ദേവാ, ദേവേട്ടാ, മോനെ ദേവാ. ദേവേട്ടാ,
മോനെ ദേവ, അങ്ങനെയൊന്നും പറയില്ല ദേവേട്ട. ദയവ് ഇത് പറയരുത്. എന്റെ മോനെ അമ്മീ കേൾക്കുന്നത്. ദേവേട്ട, കരയരുത് വൈദേഹി. നീ ഒരു തെറ്റും ചെയ്യാത്തിടത്തോളം എന്തിനാ ഈ ശിക്ഷ സ്വീകരിക്കാൻ തയ്യാറായത്? ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞേക്ക് ദേവേട്ട. ഇവരാരും അത് വിശ്വസിക്കില്ല വൈദേഹി. ഒരു പെൺകുട്ടി അവളോട് ചെയ്ത അനീതിയെപ്പറ്റി തുറന്നു പറയുമ്പോ അത് മാത്രമേ സത്യാവൂ. അതല്ലാന്ന് പറയുന്നതാ തെറ്റ്. അവിടുന്ന് പറയൂ തമ്പുരാട്ടി, എന്താ തീരുമാനിക്കണ്ടേ? അവിടുത്തെ പൂർവികന്മാരുടെ നിയമം അവിടുന്ന് തന്നെ പറയൂ. ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ച വ്യക്തിക്ക് തക്ക ശിക്ഷ തന്നെ കൊടുക്കണം. ഒന്നുകിൽ ആ പെൺകുട്ടിക്ക് ഒരു ജീവിതം, അല്ലെങ്കിൽ അവന് മരണശിക്ഷ. ഈ നാട്ടിൽ ഇന്ന് വരെയും ഈ ശിക്ഷയെ നടപ്പിലാക്കിയിട്ടുള്ളത്. വല്യമ്പുരാട്ടി പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ. ഇനി തീരുമാനിക്കേണ്ടത് നീയാണ് വസുമതി. നിന്നോട് കാണിച്ച നീതികേടിന് നീ പറയുന്നത് പോലെ ചെയ്യണോ അവര്? തെറ്റ് ചെയ്ത വ്യക്തിയെ കൊണ്ട് നിന്റെ കഴുത്തിൽ താലി കെട്ടിക്കണോ, അതോ മരത്തി കെട്ടിത്തൂക്കി ഇവിടെ വച്ച് കൊന്നുകളയണോ? വൈദേഹി, നോക്ക് വൈദേഹി, നോക്ക് വൈദേഹി, കണ്ണു തുറക്ക് വൈദേഹി. വൈദേഹി, വൈദേഹി, അയ്യോ, ഇങ്ങനൊരു സംഭവം നടക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടത്. ഞാൻ കണ്ട സ്വപ്നം ഇത് എന്റെ കൺമുന്നിൽ സത്യമായിരിക്കുന്നു ദേവേട്ട. അയ്യോ. പറയൂ വസുമതി, നിന്റെ തീരുമാനം എന്താ? ഞാൻ എന്താന്നാ പറയണ്ട്? എന്റെ ജീവിതം എന്തായാലും നശിച്ചു. ഇനി ഞാൻ എന്ത് തീരുമാനിച്ചാലും അത് മറ്റൊരാളുടെ ജീവിതത്തോട് കാണിക്കുന്ന നെറുകേടാ. എനിക്ക് ഇക്കാര്യത്തിൽ ഒരു തീരുമാനവുമില്ല. എന്താ ചെയ്യേണ്ടെന്നുള്ളത് ദൈവം തമ്പുരാൻ തന്നെ തീരുമാനിക്കേണ്ടതാണ് എന്റെ അഭിപ്രായം. നീ പെട്ടട ദേവ. രണ്ടിലേത് നടന്നാലും എന്റെ കാര്യം നടന്നു. എന്നാ തമ്പുരാൻ തന്നെ പറ, എന്താണാവോ തീരുമാനം? വസുമതിയുടെ കഴുത്തിൽ താലി കെട്ടുന്നോ, അതോ തൂക്കുകയറി സ്വീകരിക്കുന്നോ? ഈ ജന്മം മാത്രമല്ല, ഇനി എത്ര ജന്മം ഉണ്ടായാലും എന്റെ ജീവിതത്തിൽ വൈദേഹിക്കല്ലാതെ മറ്റൊരാൾക്ക് സ്ഥാനം ഉണ്ടാവില്ല. അപ്പോ എന്താ തമ്പുരാന്റെ തീരുമാനം? ഞാൻ തെറ്റ് ചെയ്തു എന്നല്ലേ പറയുന്നേ? എന്റെ തലയെടുത്തോളൂ. എന്റെ മോനെ ചാടിക്കയറിയൊന്നും തീരുമാനിക്കല്ലേ. എന്ത് വീട്ടിൽ മോനെ നീ പറയുന്നു? നിങ്ങൾ അറിവം പറഞ്ഞത് കാര്യമാക്കണ്ട. ദേവ, നീ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കരുത്. ഒരു തെറ്റും ചെയ്തിട്ടില്ല ദേവ. പിന്നെ എന്തിനാ നിനക്ക് ഇങ്ങനെ ഒരു ശിക്ഷ? നീ പറഞ്ഞത് തിരിച്ചെടുക്ക. തമ്പുരാന്റെ തീരുമാനം 3 ദിവസത്തിനകം നടപ്പിലാക്കുന്നതാണ്. ഇതിനോടകം വസുമതിയുടെ കഴുത്തിൽ താലി കെട്ടി അവൾക്കൊരു ജീവിതം കൊടുക്കാനുള്ള തീരുമാനമെടുത്താൽ അതും സ്വീകരിക്കും. വീട് തമ്പുരാനെ, വീട് തമ്പുരാനെ എന്ന് പറഞ്ഞ് കാല് പിടിച്ച് അപേക്ഷിച്ചിട്ടും കേട്ടില്ല. പോറ്റി വളർത്തിയ ആള് തന്നെ എന്റെ ജീവിതം നശിപ്പിച്ചു. തെറ്റ് ചെയ്ത വ്യക്തിയെ കൊണ്ട്
നിന്റെ കഴുത്തിൽ താലി കെട്ടിക്കണോ അതോ മരത്തി കെട്ടിത്തൂക്കി ഇവിടെ വച്ച് കൊന്നുകളയണോ? നമ്മളെല്ലാരും ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരുന്ന ഒന്നും മാറാൻ പോകുന്നില്ല. എന്തെങ്കിലും ചെയ്യണോ അമ്മേ? അല്ലെങ്കിൽ നമുക്ക് ദേവന്റെ ജീവൻ രക്ഷിക്കാനാവില്ല. അതെന്താണെന്ന് എനിക്കൊരു പിടിയുമില്ല. എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നത്? എല്ലാം നമ്മുടെ കൈവിട്ട് പോയില്ലേ? ആ ശിക്ഷ നടപ്പിലാക്കിയാൽ എന്റെ കുഞ്ഞിന്റെ അവസ്ഥ, വസുമതിയെ കല്യാണം കഴിക്കേണ്ടി വന്നാലും ഒരു ജീവശവമായിട്ടായിരിക്കും അവൻ ജീവിക്കുക. അത് സഹിക്കാൻ പറ്റാത്തോണ്ടല്ലേ അവൻ ഇങ്ങനൊരു തീരുമാനം എടുത്ത്. ഈ തീരുമാനം മാറ്റാൻ നമ്മൾ ഇനി എന്ത് ചെയ്യും ഊർമിള? എനിക്ക് എന്റെ ദൈവം മോനെ ജീവനോടെ തിരിച്ചു കിട്ടിയാൽ മതി. പക്ഷെ നമ്മൾ പറഞ്ഞ കേക്കില്ലല്ലോ. അവന്റെ ഈ തീരുമാനം നമ്മൾ വിചാരിച്ച മാറ്റാൻ പറ്റുമോ? ശരിയാ എന്തു അമ്മേ, വസുമതിയുടെ കഴുത്തിൽ താലി കെട്ടിയ ദേവൻ ചെയ്തത് ശരിയാണെന്ന് സമ്മതിക്കുന്നതിന് തുല്യവാ. എന്നാലും സാരമില്ല, നീ തെറ്റ് ചെയ്തു സമ്മതിച്ച് താലി കെട്ടണമെന്ന് പറയാൻ കഴിയുമോ? പിന്നെ എങ്ങനെയാ അവനെ ഈ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക?